അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആയുർവേദ മരുന്നിൽ എടുത്തു കഴിഞ്ഞാലും ഇതിന് ലശുനം എന്നാണ് പറയുന്നത് നമ്മൾ സംസ്കൃതത്തിൽ പറയുമ്പോൾ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ പ്രധാനമായിട്ടും ഉണ്ടാക്കിയെടുക്കുന്ന മരുന്നുകൾ ഇപ്പോൾ ലശുന രസായനം അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു മെഡിസിനാണ്. അതുപോലെ തന്നെ കൊട്ടൻ ചുക്കാതി എണ്ണ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് മരുന്നുകളുടെ ഭാഗമായിട്ട് നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വെളുത്തുള്ളിയുടെ ഒരു ന്യൂട്രീഷണൽ ബെനിഫിറ്റ് എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നോക്കുമ്പോൾ 0.1 ഗ്രാം ഫൈബറും 4.5 ഗ്രാം ആണ് നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന കലോറീസ്. അതുപോലെ 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ലഭിക്കുമ്പോൾ 0.2 ഗ്രാം പ്രോട്ടീനാണ് നമുക്ക് ലഭിക്കുന്നത്. അത് ഒരു അല്ലി വെളുത്തുള്ളിയാണ് നമ്മളെടുത്ത് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് ഷുഗർ ഫ്രീ ആണ്, അതുപോലെ തന്നെ ഇത് കൊളസ്ട്രോൾ ഫ്രീ ആണ് എന്നൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരത്തിൽ വളരെ ന്യൂട്രീഷണൽ ബെനിഫിറ്റ് കൂടി ഉള്ള ഒരു ആഹാര പദാർത്ഥമായിട്ടാണ് അല്ലെങ്കിൽ ഒരു സുഗന്ധവ്യഞ്ജന വസ്തുവായിട്ടാണ് നമ്മൾ വെളുത്തുള്ളി